അപ്പോൾ ഞാനിവിടെ ക്യാപ്പ് ചെയ്യാനായിട്ട് 4 പ്ലേയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ ഞാനും 2.5 mm ഹുക്ക് സെറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അടുത്ത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 2, വീണ്ടും സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3, 4, 5, 6. അങ്ങനെ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ടൈലൻഡ് വലിച്ച് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഈ നടുവിലുള്ള ഒരു സർക്കിൾ റിമൂവ് ആയി കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ഈ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഞാനോവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇത് നമ്മളെ സെക്കൻഡ് റൗണ്ടിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം, നമുക്ക് ആ ഒരു റൗണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, 1, സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക, 2. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നിൽ ഞാൻ 1 ചെയ്തു, ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിൽ ഞാൻ 1 തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 1, 2, 3, 4 4 സ്റ്റിച്ച് കിട്ടി. ഇനി നാലാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 1 തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുകയാണ്. 5ാമത്തെ സ്റ്റിച്ച്, 6ാമത്തെ സ്റ്റിച്ച്. അങ്ങനെ നമ്മൾ 4ാമത്തെ സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്തു, 5ാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ലാസ്റ്റ് സ്റ്റിച്ചാണ്, നമ്മൾ 6ാമത്തെ സ്റ്റിച്ചാണ്, അതിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1, 2, 1, 2 എന്നുള്ള പാറ്റേൺ നമ്മൾ 6 ചെയിനിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയത്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമ്മൾ 3rd റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു 3rd റൗണ്ട്, 4th റൗണ്ട്, 5th റൗണ്ട്, അങ്ങനെ 3 റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമ്മൾ 3ാമത്തെ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2ാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3ാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 4ാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 5ാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 6ാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 7ാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ 8ാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ 9ാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് നമ്മൾ ഈ 3ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. 4ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 4ാമത്തെ റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തത്. സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ 1 ചെയ്തു, 2, അടുത്തതിൽ 3, അടുത്ത സ്റ്റിച്ചിൽ 4, അടുത്ത സ്റ്റിച്ചിൽ 5, അടുത്ത സ്റ്റിച്ചിൽ 6, അടുത്ത സ്റ്റിച്ചിൽ 7, അടുത്ത സ്റ്റിച്ചിൽ 8, അടുത്ത സ്റ്റിച്ചിൽ
9. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്കിങ്ങനെ ഒരു ക്യാപ്പിൻ്റെ ഒരു മുകളിൽ ഇങ്ങനെ ഒരു ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ വെച്ച് അതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും രണ്ടെണ്ണം വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ 9 സ്റ്റിച്ചിനെ 18 സ്റ്റിച്ചാക്കിയിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ ചെയ്ത് അതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, അതിൽ തന്നെ ഒന്നും കൂടി ചെയ്തു. അപ്പോൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലും 2 ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ 9 സ്റ്റിച്ചിലും 2 വീതം ചെയ്ത് കൊടുക്കുക. ഈ 9 സ്റ്റിച്ചിലും 2 വീതം ചെയ്ത് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ 18 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓരോ റൗണ്ടിലും നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് നമ്മളെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ആ സ്റ്റിച്ച് മാർക്കറിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാർക്കറിൽ ചെയ്തു. അടുത്തതിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ചുറ്റും ചെയ്തപ്പോൾ നമുക്ക് 27 സ്റ്റിച്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എത്തുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ചസ് കിട്ടണം. 27 അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 27 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇത് നമ്മൾ വീണ്ടും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിന് നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഈ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 2 3 എന്ന് പറഞ്ഞിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ കൗണ്ട് ചെയ്യുക. ഇതിങ്ങോട്ട് ഇവിടെ എത്തുമ്പോൾ 27 സ്റ്റിച്ച് കിട്ടും. അങ്ങനെ നമ്മൾ ഒരു 6 റൗണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന്
1 2 3 4 5 6 6 റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 6 റൗണ്ട് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്യാം. അതിന് ശേഷം യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി ഈ ഒരു യാണിനെ നമുക്ക് ആദ്യം മുകളിലേക്കും പിന്നീട് ഇങ്ങനെ താഴത്തേക്ക് എടുത്തിട്ട് ഈ ഒരു താഴ്ഭാഗത്തേക്ക് ഹൈഡാക്കി കൊടുക്കുക. ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം, ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് യാൺ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിതിൻ്റെ ഉള്ളിൽ പോകുന്നതാണ്. അധികം ഉണ്ടെങ്കിലൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ഇവിടെ ഒരു ഗോൾഡൻ ലൈന് ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മൾ 2 എണ്ണം വെച്ചിട്ടാണ് യാൺ എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ 5th റൗണ്ടിൽ ഇവിടെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു യാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു യാണിനെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഒരു യാണോ ചെയ്ത് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, എന്നിട്ടൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ എല്ലാ ചെയിനിലും യാണോ ചെയ്ത് ഇങ്ങനെ നമുക്ക് ഈ ചുറ്റിലും ഇങ്ങനെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ഇങ്ങനെ നമുക്ക് ചുറ്റിലും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ 4 പ്ലേയുടെ ആണാകുമ്പോൾ 2 എണ്ണം വെക്കണ്ട കേട്ടോ, ഒന്ന് വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് 2 പ്ലേ ആയതുകൊണ്ടാണ് 2 എണ്ണം വെച്ച് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ചുറ്റിലും ഇതിൻ്റെ ബോർഡർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് നമുക്ക് കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും. ഇതിൽ കീ ചെയിനൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ചുറ്റിലും ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചുണ്ട്, ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. കണ്ടോ, നമ്മൾ ഇങ്ങനെ ചുറ്റിലും ഈ ഒരു ബോർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു യാണിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് യാൺ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം യാണിങ്ങനെ പുറത്തേക്ക് വലിക്കുക, എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഹുക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തിട്ട് യാണോ ചെയ്യുക, യാണോന്ന് താഴത്തേക്ക് വലിച്ചു കൊടുക്കുക. ഒരു യാണിനെ താഴത്തേക്ക് വലിച്ചു കൊടുക്കാം. അതിന് ശേഷം ഈ 2 യാൺ തമ്മിൽ നമുക്കൊന്ന് കൂട്ടിക്കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ബാലൻസ് വരുന്ന യാൺ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. കണ്ടോ, നമ്മളെ ക്യാപ്പിന് അതിന് ചുറ്റിലും നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട്. ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്യാപ്പും ഈ ഒരു നമുക്കിനി ഇതൊന്ന് അസംബിൾ ചെയ്ത് കൊടുക്കുക. അതൊന്ന് അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ക്യാപ്പ്
ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വിങ്സ് വെച്ച് കൊടുക്കുക. വിങ്സ് വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഹാർട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാപ്പാണ് വെച്ച് കൊടുക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ ക്യാപ്പ് ഇങ്ങനെ നമ്മൾ കറക്റ്റ് പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഗം വെച്ചിട്ട് ഒട്ടിക്കും ചെയ്യാം കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കറക്റ്റ് വെച്ച് നോക്കുക. എല്ലാ ഭാഗവും കറക്റ്റാണെന്ന് തോന്നിയാൽ ആയതിനു ശേഷം നമുക്ക് ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സെയിം കളറിയാണ് തന്നെയാണ് ക്യാപ്പിൻ്റെ കളർ സെയിം കളറിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ചുറ്റിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 യാൺ തമ്മിൽ കൂട്ടിക്കെട്ടി കൊടുക്കാം. എന്നിട്ട് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു യാണിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്യാപ്പ് ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വിങ്സാണ് ചെയ്തെടുക്കാനുള്ളത്. വിങ്സ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുമ്പോൾ നല്ല ഭാഗം ഇങ്ങനെ മുന്നോട്ടാക്കിയിട്ട് വെക്കണം. ഈ ഒരു ഭാഗമാണ് നമ്മൾ നല്ല ഭാഗമാക്കി വെക്കുന്നത്. അതുപോലെ അടുത്ത വിങ്സും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നോക്കാം കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിവിടെ പിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കിങ്ങനെ ബീഡ്സ് വെച്ചിട്ട് നോക്കാം കറക്റ്റാണോ നോക്കുക. എന്നിട്ട് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളെ പൊസിഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഓക്കെ ആയിട്ടില്ല, കുറച്ചും കൂടി പൊന്തിക്കണം. അപ്പം നമ്മൾ ഏഞ്ചലിൻ്റെ വിങ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏഞ്ചൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ഹാർട്ടും കൂടി ഫിക്സ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒരു വൈറ്റ് ഹാർട്ട്, കുറച്ച് വലിയ ഹാർട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഹാർട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു ഏഞ്ചലിൻ്റെ
പിക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാർട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഏഞ്ചൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ ഹാർട്ടൊക്കെ പിടിച്ചിട്ടുള്ള 2 വിങ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഏഞ്ചലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.